ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ? എന്തൊക്കെയാണ് വിശേഷം? എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം നമ്മുടെ PSC പറ്റിയാണ്. PSC ആയിട്ടാണ് മെയിൻ കാര്യം. അപ്പോൾ നമ്മൾ കുഞ്ഞിലെ നമ്മൾ ജനിച്ച് കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മളെ പേരൻസ് നമ്മൾ ഏതെങ്കിലും സ്കൂളിലും കൊണ്ടാക്കി നമ്മൾ പഠിച്ചു ഒരു ലെവൽ എത്തുമ്പോഴത്തേക്കും ആൾക്കാർ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കും അല്ലേ, വലുതാവാൻ എന്താവാൻ ആഗ്രഹം എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും. അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മൾ പല ഉത്തരങ്ങളാണ് പറയുന്നത്. ചിലവർ ഡിഗ്രി ഡോക്ടർ ആവണമെന്ന് പറയും, ചില ആൾക്കാർ എഞ്ചിനീയർ ആവണമെന്ന് പറയും, എയർ ഹോസ്റ്റസ് ആവണം, സിവിൽ സർവീസ് എഴുതണം, IAS ആവണം, IPS ആവണം. അങ്ങനെ പല 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 ഡ്രീംസ് ആണ് നമുക്ക് ഒരു ഏജിൽ വരുമ്പോൾ. നമുക്ക് എന്തുകൊണ്ടാവും അച്ചീവ് ചെയ്യാൻ പറ്റാതായി പോയത്? നമുക്ക് മെയിനായിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റാതായി പോയത് നമ്മൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്തില്ല, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഡ്രീമിന് വേണ്ടി നമ്മൾ പറഞ്ഞു അല്ലെ, എനിക്ക് ഇതാവാനാണ് ആഗ്രഹം എന്ന് പറഞ്ഞു, പക്ഷെ നമ്മൾ അത് അകത്ത് നമ്മളോട് പറഞ്ഞില്ല. നമ്മൾ ചോദിക്കുന്ന നേരത്തെ ഒരു ഉത്തരത്തിന് വേണ്ടി പറഞ്ഞു, പക്ഷെ നമ്മൾ അത് അകത്ത് പറഞ്ഞില്ല. അതുകൊണ്ടാണ് നമ്മൾ ഒരു സ്റ്റേജ് എത്തിയപ്പോൾ നമുക്ക് എന്ത് പറ്റി, എനിക്ക് ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ജോലി അല്ലെങ്കിൽ എനിക്ക് ഏതെങ്കിലും ജോലി മതി എന്നൊരു കണ്ടീഷൻ എത്തിയത്. അപ്പോൾ ആ ഏതെങ്കിലും ജോലി എന്നുള്ള കണ്ടീഷനിൽ നിന്നും അതിൽ ഏറ്റവും നല്ലതാണ് എന്ത്, ഒരു ഗവൺമെന്റ് ജോലി അല്ലേ. അപ്പോൾ ഏതെങ്കിലും ഒരു എക്സാം എഴുതി എനിക്കൊരു ഗവൺമെന്റ് ജോലി വേണം. അപ്പോൾ ഗവൺമെന്റ് ജോലിയുടെ അപ്പോഴാണ് നമ്മൾ കുറച്ചും കൂടെ അതിനെപ്പറ്റി അറിയുന്നത് അല്ലേ. ഗവൺമെന്റ് ജോലി എന്ന് പറഞ്ഞാൽ ഇന്ന ബെനിഫിറ്റ്സ് ഉണ്ട്, ഇതൊക്കെയാണ് ഗവൺമെന്റ് ജോലിയുടെ പ്രിവിലേജസ് എന്ന കാര്യങ്ങൾ നമ്മൾ അറിയുന്നത് ആ ഒരു ഫീൽഡിൽ എത്തിക്കഴിഞ്ഞിട്ടാണ്. ഓക്കെ, അപ്പം നമ്മൾ 10th പാസ്സായ ആൾക്കാർ +2 കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ്, അപ്പം ചിലപ്പോൾ ആ ഡിഗ്രിയും കഴിഞ്ഞ് കല്യാണവും കഴിഞ്ഞൊക്കെ ആയിരിക്കും നമ്മൾ ആലോചിക്കുന്നത്, അയ്യോ എനിക്കൊരു ജോലി ആയില്ല, അല്ലെ എനിക്കൊരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് വേണം, എനിക്ക് കയ്യിൽ കുറച്ച് പൈസ എടുക്കാൻ വേണം, അല്ലെ എനിക്കൊരു സ്റ്റാറ്റസ് വേണം എന്നുള്ള പല പല കണ്ടീഷനിൽ നിന്നാണ് നമ്മൾ എനിക്കൊരു ഗവൺമെൻറ് ജോലി വേണം എന്നുള്ള അതാണ് അതിന് ഉത്തരം എന്ന രീതിയിൽ എത്തുന്നത്. അപ്പം നമുക്ക് ആ ഒരു സ്റ്റേജ് നിൽക്കുമ്പോൾ നമുക്ക് ഒരുപാട് സ്ട്രഗിൾസ് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു വലിയ ഡ്രീമിൻ്റെ ഒരു ആഫ്റ്റർ റിസൾട്ട് ആയിട്ടാണ് നമുക്ക് ഈ ഗവൺമെന്റ് ജോലി എന്നൊരു സംഭവം ഉള്ളത്. അതിനെ സപ്പോർട്ട് ചെയ്യാണ് ഗവൺമെന്റ് ജോലി സംഭവം ഉള്ളത്. അപ്പം നിങ്ങൾ ആ കുഞ്ഞിലെ നിങ്ങൾ പറഞ്ഞിരുന്ന ആ സംഭവം വിട്ടിട്ട് ഇപ്പം നിങ്ങൾ പറയുന്ന ഈ ഗവൺമെന്റ് ജോലി എന്നുള്ളത് സീരിയസ് ആയിട്ടാണോ, അതോ വെറുതെ ആരെങ്കിലും ഞാനിപ്പോൾ PSCക്ക് പഠിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഞാനൊരു ഗവൺമെന്റ് ജോലിക്ക് പഠിക്കാൻ പോവുകയാണ്, ഞാൻ അങ്ങനെ ഗവൺമെന്റ് ജോലി കിട്ടാൻ വേണ്ടി പഠിക്കുകയാണ് എന്നുള്ള രീതിയിൽ വെറുതെ പറയുന്നതാണോ നിങ്ങൾ സ്വയം ആദ്യമേ ചിന്തിക്കണം. മനസ്സിലായോ? നിങ്ങൾ തന്നെ ഇരുന്ന് ആലോചിക്കണം, എനിക്ക് ശരിക്കും ഞാൻ വെറുതെ പറയുന്നതാണോ അതോ ശരിക്കും ഇത് വേണോ എന്ന് ആലോചിക്കണം. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഡ്രീം നമുക്ക് കിട്ടാതെ പോയെന്ന് എന്തുകൊണ്ടാണ്, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാതിരുന്നതുകൊണ്ടാണ്. അതേപോലെ തന്നെ നിങ്ങൾ ഈ PSC ഗവൺമെന്റ് ജോലി എന്ന് പറഞ്ഞ ആ ഒരു ടൈറ്റിൽ ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്യണം. നിങ്ങൾക്കറിയാം കോമ്പറ്റീഷൻ എന്തുമാത്രം ഹ്യൂജ് ആണ് കോമ്പറ്റീഷൻ എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ നിങ്ങൾ അത്രയ്ക്ക് വർക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ പറയുന്ന ഗവൺമെന്റ് ജോലി കിട്ടൂ. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് കേൾക്കുന്ന ആരാണെങ്കിലും നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ പറഞ്ഞ ആ ഡ്രീം മുമ്പ് പറഞ്ഞ ഡ്രീം കണക്കാണോ, അതോ ഇപ്പം നിങ്ങൾ കുറച്ചുകൂടി സ്റ്റേൺ ആയിട്ട് നിങ്ങൾക്ക് വേണം എന്ന് മനസ്സിൽ നിങ്ങളോട് പറഞ്ഞതിന് ശേഷമാണോ നിങ്ങൾ ഇത് തീരുമാനം എടുത്ത് പഠിക്കാൻ വന്നിരിക്കുന്നതെന്ന് ആലോചിക്കുക. ആണോ? ആണെങ്കിൽ ബാക്കി വീഡിയോ കാണാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സ്കിപ്പ് ചെയ്തിട്ട് ഒന്നും കൂടി തിങ്ക് ചെയ്ത് ഒന്ന് സെറ്റായിട്ട് പിന്നെ വന്ന് കാണാം. ഓക്കെ, ഇനി താങ്ക് യു, കണ്ടിന്യൂ ഫോർ വാച്ചിങ്. ഇപ്പോൾ കാണുന്നവരെന്താ, ഓക്കെ ഞാൻ ഇനി തൊട്ട് ഞാൻ എന്തുവാ PSC ഗവൺമെന്റ് ജോലി കിട്ടണം എന്ന രീതിയിൽ പഠിക്കാൻ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ അതിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരാളാണ്, ഞാൻ ഗവൺമെന്റ് PSC ആസ്പിറൻ്റ് ആണ് എന്ന് മനസ്സിൽ ഉരുവിടുന്ന മനസ്സിൽ സ്വയം അറിയാവുന്ന ആൾക്കാരായിരിക്കും ഈ വീഡിയോ തുടർന്ന് വാച്ച് ചെയ്തത്. അപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം, നിങ്ങളൊരു ബിഗിനർ ആണെന്ന് കൺസെപ്റ്റിൽ നിങ്ങളൊരു 18 വയസ്സുള്ള അല്ലെങ്കിൽ 18 വയസ്സ് കഴിഞ്ഞ് ഒരു ഗവൺമെന്റ് ജോലിക്ക് അപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ അപ്പിയർ ചെയ്യാൻ പോകുന്ന ഒരാളാണ് എന്ന് ഒരു കൺസെപ്റ്റിലാണ് ഞാൻ ഈ കാര്യം പറയാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഏതൊരു ചാർട്ട് കണക്കാണേ, നമ്മൾ എന്തിന് PSC സെലക്ട് ചെയ്യണം, നമ്മൾ എന്തിന് PSC സെലക്ട് ചെയ്യണം, അതൊക്കെ തന്നെ നമ്മൾ അതിനകത്ത് ഏത് ക്വാളിഫിക്കേഷൻ ഏത് എക്സാം എഴുതണം, ഇപ്പം ഏത് എക്സാമിന് പഠിക്കണം, ആ പഠിക്കുന്നതിനെ ഏതൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ഉൾപ്പെട്ട് വന്നിട്ടുണ്ട്. എങ്ങനെ അപ്ലൈ ചെയ്യണം തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ഇൻക്ലൂഡാണ്. ഓക്കെ, അതുകൊണ്ട് ഈ വീഡിയോ എത്രത്തോളം ലെങ്തി ആവുമെന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ ഞാൻ പാർട്ടായിട്ടായിരിക്കും ഇത് ഇടുന്നത്, എനിക്കറിയത്തില്ല. എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുക. ക്ലിയർ ആണല്ലോ? സോ ആസ് എ ബിഗിനർ, നിങ്ങൾ എൻ്റെ മുമ്പിൽ ബിഗിനർ ആയിട്ട് ഇരിക്കുകയാണ്. ഇനിയിപ്പം ഒരുപാട് നാൾ പഠിച്ചു എന്നുള്ള ആൾക്കാരാണെങ്കിൽ ആ തോട്ട് വിട്ടാൽ നിങ്ങളൊരു ബിഗിനർ ആണെന്ന് തന്നെ വിചാരിക്കുക. ബിഗിനർ ആണെങ്കിൽ ഞാൻ ആദ്യം പറയാം, നമ്മൾ നമുക്കൊരു ജോലി വേണം, നമുക്കൊരു ജോബ് വേണം അല്ലേ. അപ്പോൾ നമ്മുടെ ക്വാളിഫിക്കേഷൻ ആലോചിക്കും. നമുക്ക് 10th ഉണ്ടോ, 12th ഉണ്ട്, ഡിഗ്രി ഉണ്ട്, ചിലർക്ക് PG കാണും അല്ലേ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ B.Ed കാണും, TTC ആണ്, നിങ്ങൾക്ക് ഇഷ്ടം പല ഡിപ്ലോമ കോഴ്സുകളാണ്, ഒരുപാട് കോഴ്സുകൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ കാണും. ഈ കോഴ്സുകൾ എടുത്ത് വെച്ച് നോക്കുക. എന്നിട്ട് ഈ കോഴ്സിനകത്ത് ഏത് കോഴ്സ് വെച്ച് നമ്മൾ മുമ്പോട്ട് പോകാൻ പോകുന്നത്, ഈ കോഴ്സിനകത്ത് ഏതെങ്കിലും കോഴ്സ് വെച്ചിട്ട് ആ പ്രൊഫഷണലിൽ ഇപ്പം നിങ്ങൾ BTech പഠിച്ചു, ആ BTech വെച്ചിട്ടുള്ള കോഴ്സ് നിങ്ങൾ മുമ്പോട്ട് നിങ്ങൾക്ക് ചാൻസ് ഉണ്ടോ എന്ന് ചിന്തിക്കുക. അങ്ങനെ എന്തെങ്കിലും ചാൻസ് ഉണ്ട്, നിങ്ങൾക്ക് ഈ പ്രൊഫഷൻ വെച്ചിട്ട് മുന്നോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്തുകൂടെ, അത് ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ആലോചിച്ചുകൂടെ? ചെയ്യാം, മനസ്സിലായി. കാരണം നമ്മൾ ഒരു 3 വർഷം 5 വർഷമൊക്കെ അതിന് പിറകെ പോയി ഒരു പ്രൊഫഷണൽ കോഴ്സ് എടുത്തിട്ട് പിന്നെ ഒരു ഗവൺമെന്റ് ജോലി സെറ്റിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ
ഞാൻ പഠിച്ചത് ഇതല്ല, എനിക്ക് അത് വെച്ചിട്ട് എന്തെങ്കിലും ജോലി വേണം എന്നൊരു ആഗ്രഹം വരാൻ ചാൻസ് ഉണ്ട്. അപ്പം മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പ്രൊഫഷൻ നിങ്ങൾക്ക് ചെയ്യുമ്പോൾ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു ഫീൽഡിലോട്ട് തിരിഞ്ഞു പോകാൻ ശ്രമിക്കുക. അപ്പോൾ BEd ഉള്ള ആൾക്കാർക്ക് ടീച്ചിങ്, അവർക്ക് ടീച്ചിങ് ഇഷ്ടമായതുകൊണ്ടല്ലേ അവർ BEd എടുത്തത് അല്ലേ? അപ്പം നിങ്ങൾക്ക് അത് തുടർന്ന് പോകാൻ എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടെങ്കിൽ അങ്ങനെ പോവുക. ഓക്കെ, അതല്ല എനിക്കൊരു ഡിഗ്രി ഉണ്ട്, എനിക്ക് ഒരു ഗവൺമെൻറ് ജോലി വേണം, അപ്പോൾ ഞാൻ സെറ്റിലാണ്, ഞാൻ ഹാപ്പിയാണ്, എൻ്റെ വർക്ക് ലൈഫ് ബാലൻസ് എനിക്ക് കൊണ്ടുപോകാൻ പറ്റും, എനിക്ക് ഭയങ്കര സന്തോഷമാവും എന്നുള്ള രീതിയിലാണെങ്കിൽ ഓക്കെ, വീണ്ടും നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പോൾ പ്രൊഫഷണലായിട്ട് എന്തെങ്കിലും ഡിഗ്രി ഉള്ള ആൾക്കാർക്ക് ചെറുതായിട്ടെങ്കിലും എൻ്റെ പ്രൊഫഷൻ എനിക്ക് കണ്ടിന്യൂ ചെയ്തുകൂടെ എന്ന് തോട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ പ്രൊഫഷനോട് കണ്ടിന്യൂ ചെയ്ത് പോകാം, സ്കോപ്പുള്ള സംഭവം ആണെങ്കിൽ. മനസ്സിലായോ? അത് കുറച്ചുകൂടി നിങ്ങൾക്ക് നിങ്ങളുടെ പാഷൻ അനുസരിച്ചിരിക്കും. നിങ്ങൾക്ക് അത് ഇഷ്ടമാണ്, അത് കണ്ടിന്യൂ ചെയ്യണം എന്നുണ്ടെങ്കിൽ യു ക്യാൻ കണ്ടിന്യൂ വിത്ത് ദാറ്റ്, ഓർ എൽസ് വി ക്യാൻ കണ്ടിന്യൂ വിത്ത് ദിസ് വീഡിയോ. ക്ലിയർ ആയോ? കമ്മിങ് ബാക്ക്, അപ്പോൾ നമുക്കിപ്പോൾ ക്വാളിഫിക്കേഷൻ 10th 12th ഡിഗ്രി PG ഇത്രയും ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാരാണ് നിങ്ങൾ. ഓക്കെ, പല പല രീതിയിലുള്ള ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാരാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആലോചിക്കാം. പല രീതിയിൽ നമുക്ക് ജോലി നേടിയെടുക്കാം അല്ലേ? പ്രൈവറ്റ് സെക്ടേഴ്സിൽ ജോലിയുണ്ട്, അതിൻ്റെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് എന്തുകൊണ്ട് അത് വേണ്ടാന്ന് തീരുമാനിച്ചതിൻ്റെ കാര്യം നിങ്ങൾക്കറിയാം. രണ്ടാമത് വരുമ്പോഴത്തേക്ക് നമുക്ക് SSC ലെവൽ എക്സാംസ് ഉണ്ട്, UPSC എക്സാംസ് ഉണ്ട്, റെയിൽവേയിൽ എക്സാംസ് ഉണ്ട്, അവരെല്ലാം നടത്തുന്ന എക്സാംസ് ഉണ്ട്. അതെന്തുകൊണ്ട് നമ്മൾ എടുക്കുന്നില്ല എന്ന് നമുക്കറിയാം. കാരണം എന്താ, നമുക്ക് ചിലപ്പോൾ നമ്മളെ നാട്ടിൽ തന്നെ കിട്ടണമെന്നില്ല, പുറത്തോട്ടായിരിക്കും. പിന്നെ അതിനകത്ത് മാത്സ് ഇംഗ്ലീഷ് കാര്യങ്ങളൊക്കെയാണ് കുറച്ചും കൂടി ഡെപ്തിൽ പഠിക്കേണ്ടത്. UPSC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത് കുറച്ചും കൂടി ബൾക്കിയാണ്, എനിക്ക് അത്രയും ആ ഒരു റെസ്പോൺസിബിലിറ്റി എടുക്കുന്ന ഒരു ജോലി വേണ്ട. അങ്ങനെ പല പല റീസൺസ്, നിങ്ങളുടേതായ റീസൺസ് നിങ്ങൾക്ക് കാണുവേ. അങ്ങനെയാണ് നിങ്ങൾ വന്ന് എവിടെ എത്തിയത്, PSC എന്നൊരു ടൈറ്റിലിൻ്റെ അണ്ടറിൽ എത്തിയത്. PSC എക്സാം, പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന എക്സാമുകളിൽ അപ്പിയർ ചെയ്ത് ഒരു ഗവൺമെൻറ് ജോലി നാട്ടിൽ തന്നെ കിട്ടണം. അതാണ് നിങ്ങൾ ഇപ്പോഴത്തെ മോട്ടീവ്. ക്ലിയർ ആണേ? നാട്ടിൽ തന്നെ ഒരു നല്ല ഗവൺമെൻറ് ജോലി, ഇതാണ് നിങ്ങളുടെ മോട്ടീവ്. നിങ്ങൾ ചിന്തിക്കുന്ന ഓരോ കാര്യങ്ങളും നല്ല ക്ലിയർ ആയിരിക്കണം, അല്ല വെറുതെ എന്തെങ്കിലും പറയാൻ വേണ്ടി പറയരുത്. മനസ്സിലായോ? അതാണ് നിങ്ങളുടെ ഡ്രീം. ഓക്കെ, നിങ്ങൾ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ ബാക്കോട്ട് പോകരുത്. നിങ്ങൾ ആ ജോലി വാങ്ങിച്ചിട്ട് ഇറങ്ങിപ്പോവും. കാരണം ജോലി കിട്ടാൻ വലിയ പാടില്ല, എങ്കിൽ പഠിച്ചാൽ മതി, കൺസിസ്റ്റൻ്റ് ആയിട്ട് ദിവസവും വർക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ക്വാളിഫിക്കേഷൻ നോക്കി. ഇപ്പോൾ നമ്മൾ SSC അതെല്ലാം മാറ്റി നമ്മൾ PSCയിലോട്ട് എത്തി. ഇപ്പോൾ എന്തുകൊണ്ട് PSC എടുത്തത് നമുക്കറിയാം, എന്തുകൊണ്ടാണ് PSC എടുത്തത് നമുക്കറിയാം. ഓക്കെ, ഇനി PSCയിൽ എന്താണ് ചോദിക്കുന്നത്, എന്ത് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്? PSCയിൽ വരുന്ന 100 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസാണ്. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ 100 മാർക്കായിരിക്കും ആ ക്വസ്റ്റ്യൻ പേപ്പറിന്. ഓക്കെ, അതിനകത്ത് എന്തൊക്കെ ടോപ്പിക്ക് വരും നിങ്ങൾക്ക് അറിയാം. ഓക്കെ, 100 മാർക്കിനകത്ത് നിങ്ങൾക്ക് മാത്സ് കാണും. നിങ്ങൾ എവിടെ പഠിച്ചതാ? 10th ക്ലാസ് വരെ നിങ്ങൾ പഠിച്ച നിങ്ങളുടെ SCRT ബുക്ക്. മനസ്സിലായോ? എന്ത് SCRTയുടെ ഫുൾ ഫോം? സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ്. അപ്പോൾ അത് SCRT സ്റ്റേറ്റിൽ നമ്മളെ ടെക്സ്റ്റുകൾ പഠിക്കണം. ഓക്കെ, അങ്ങനെ പഠിക്കുമ്പോൾ 10th ക്ലാസ് വരെ ഉള്ളത് മാത്രമാണ് ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് അധികം ഒന്നും ചോദിക്കുന്നില്ല. 10th ക്ലാസ് നമ്മൾ എന്തൊക്കെ പഠിച്ചു നമ്മൾ 10th ക്ലാസ് വരെ നമ്മൾ ജോഗ്രഫി പഠിച്ചു, ഹിസ്റ്ററി പഠിച്ചു, എക്കണോമിക്സ് പഠിച്ചു, കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ചു ഇല്ലേ? അതിനൊക്കെ തന്നെ സയൻസ് വരുമ്പോഴത്തേക്കും നമ്മൾ ഫിസിക്സ് പഠിച്ചു, കെമിസ്ട്രി പഠിച്ചു, ബയോളജി പഠിച്ചു, മാത്സ് പഠിച്ചു, മലയാളം പഠിച്ചു, ഇംഗ്ലീഷ് പഠിച്ചു, പിന്നെ IT പഠിച്ചു അല്ലേ? ഈ ഒരു ഏരിയയിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അത്രയാണ് നിങ്ങൾ പഠിക്കേണ്ട സാധനം. ഓക്കെ, അത് SCRT ടെക്സ്റ്റ് ബേസ്ഡ് ആണ് ഇപ്പോൾ ചോദിക്കുന്നത്. SCRT ടെക്സ്റ്റ് ബേസ്ഡ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് പണ്ടും ചോദിക്കുന്നത്. ഇപ്പോൾ കുറച്ചും കൂടി അത് കീറി മുറിച്ച് ചോദിക്കാൻ തുടങ്ങിയതേ ഉള്ളൂ. കാരണം കോമ്പറ്റീഷൻ കൂടുമ്പോൾ അതിനനുസരിച്ച് ടഫ് ആക്കണ്ടേ. അപ്പോൾ SCRT ആണ് ബേസ് ആയിട്ട് ചോദിക്കുന്നത്. 10th ആയാലും 12th ആയാലും ഡിഗ്രി ആയാലും ഒക്കെ SCRT ആണ് ബേസ് ആയിട്ട് ചോദിക്കുന്നത്. ഇനി ഡിഗ്രി ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, കുറച്ചും കൂടി NCERTയും കൂടി ഫോക്കസ് ചെയ്യും. അതായത് നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ് എന്ന നമ്മുടെ NCERT ബുക്കുകളും കൂടി, നാഷണൽ നമ്മുടെ രാജ്യത്ത് മൊത്തം ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കുന്ന NCERT ബുക്കുകളും കൂടി ഫോക്കസ് ചെയ്യാറുണ്ട്. ക്ലിയർ ആണല്ലോ? അപ്പോൾ SCRTയും NCERTയും നോക്കും. മെയിനായിട്ട് 10th-നും 12th-നും SCRT മതി, അധികമൊന്നും NCERT വേണ്ട. ഡിഗ്രി വരുമ്പോഴേ ഉള്ളൂ നമുക്ക് എന്താ NCERT കൂടി പഠിക്കണം എന്നൊരു കണ്ടീഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 10th +2 +2നകത്ത് വരുന്ന എക്സാംസ് ഒക്കെ എന്തായിരിക്കും? ചിലപ്പം നമ്മുടെ പോലീസ്, എക്സൈസ് ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ്സിലെ എക്സാം. അപ്പോൾ അവർക്ക് എന്ത് കാണും? അവരുടെ സ്പെഷ്യൽ ടോപ്പിക്കും കാണും, ഫിസിക്കൽ കാണും. ഓക്കെ, അതിനൊക്കെ ഡീറ്റെയിൽ നമുക്ക് പിന്നെ വരാം. അപ്പോൾ ഇങ്ങനൊരു ഏരിയയിലായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് കൂടുതൽ. അപ്പോൾ നമ്മുടെ SCRT ആണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്. മനസ്സിലായല്ലോ? അപ്പോൾ SCRT പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഇത്രയും സബ്ജക്റ്റ് എന്ത് ചെയ്യാം, ക്ലിയർ ആകും. അപ്പോൾ 10th ക്ലാസ് വരെ പഠിച്ചൊരാൾക്ക് പഠിക്കാൻ പറ്റുന്നത്, കാരണം നിങ്ങൾ പഠിച്ചിട്ടാണ് നിങ്ങൾ പാസ്സായത്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി പഠിക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അതാണ് നിങ്ങളുടെ കോർ ഏരിയ. ആ കോർ ഏരിയ ക്ലീൻ ആക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അയ്യോ എനിക്കങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ എനിക്ക് മാത്സ് അറിയത്തില്ല, ഇംഗ്ലീഷ് അറിയത്തില്ല എന്നുള്ളവർ ആലോചിക്കുക, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം. മാത്സ് നമുക്ക് ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരത്തില്ലേ? നമുക്ക് കൂട്ടാനും കുറയ്ക്കാനൊക്കെ ഡെയിലി ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങളല്ലേ? അത് നമുക്ക് അറിയാവുന്ന സംഭവമാണല്ലോ, പഠിച്ചെടുത്താൽ മതി.
ഇംഗ്ലീഷ് അത് കണക്ക് തന്നെ, ഗ്രാമർ, അതിന് വൊക്കാബുലറി, അതൊക്കെ ഒരു 10 മാർക്കിനൊക്കെ വരുന്ന സാധനങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വർക്ക് ചെയ്ത് അതും പഠിച്ചെടുക്കാൻ പറ്റും. മലയാളവും പഠിച്ചെടുക്കും. സത്യം പറഞ്ഞാൽ ബാക്കി കിടക്കുന്ന ഈ വാസ്റ്റ് ആയിട്ട് കിടക്കുന്ന ജോഗ്രഫിക്കും എക്കണോമിക്സും കോൺസ്റ്റിറ്റ്യൂഷനും ഹിസ്റ്ററിയും കായി കുറച്ചും കൂടി എളുപ്പമാണ് ഇവിടെ നിന്ന് മാർക്ക് കിട്ടാൻ, നമ്മുടെ മാത്സ് മലയാളം ഇംഗ്ലീഷിന് മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് ആ ഒരു ബേസ് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ബാക്കിയെല്ലാം പഠിക്കാം. മനസ്സിലായ? കുറച്ചും കൂടി പ്രിപ്പയർ ചെയ്യുക, നിങ്ങൾക്ക് ടെൻഷൻ വരത്തില്ല. നിങ്ങളുടെ കയ്യിൽ ഈ സംഭവങ്ങൾ ഉണ്ടെങ്കിൽ, ഈ കോറായിട്ട് ഈ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ സെറ്റായിരിക്കും. ഇന്ന് കുറച്ചും കൂടി എളുപ്പമാണ് നമുക്ക് എന്ത് പഠിക്കാൻ, നമ്മൾ ഈ പറയുന്ന പിന്നെ മാത്സും ഇംഗ്ലീഷും മലയാളവും പഠിക്കാൻ. അത് നിങ്ങൾക്ക് പഠിച്ചുകൂടെ? അത് നമുക്ക് പഠിക്കാം അല്ലേ? അപ്പോൾ ബേസിക് ആയിട്ട് പഠിക്കേണ്ട സബ്ജക്റ്റുകളാണ് സയൻസും ഇംഗ്ലീഷും മലയാളവും മാത്സും ഒക്കെ. സയൻസ് നിങ്ങൾക്ക് പഠിക്കാം, കാരണം നമ്മൾ ബയോളജി ഫിസിക്സ് കെമിസ്ട്രി എന്ന് പറയുമ്പോഴത്തേക്കും അത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് ഇത് ഒട്ടും ബേസ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം, ആദ്യം ആ ബേസ് ഒന്ന് സെറ്റ് ആക്കണം. കാരണം എല്ലാ എക്സാമിനും അത് ആവശ്യമാണ്. ചില എക്സാമിന് അത് ആവശ്യമില്ല. ഇപ്പം LGS കമ്പനിയോട് LGS ഉടനെ വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു, ഡിസംബറിൽ വരുന്നുണ്ട്. പക്ഷേ അതിന് എന്ത് വേണ്ട, നമ്മൾ ഈ മലയാളവും ഇംഗ്ലീഷും വേണ്ട, പക്ഷേ ബാക്കി വരുന്ന എക്സാംസിന് അത് വേണം. നമ്മൾ LGS മാത്രം എഴുതിയെടുക്കാൻ നിൽക്കുന്ന ആൾക്കാരല്ലല്ലോ. അപ്പോൾ ഓൾറെഡി നിങ്ങൾ എന്ത് ചെയ്യണം, അത് പഠിക്കണം. അത് പഠിക്കുന്നത് ഒരു നഷ്ടമല്ല. അത് പഠിച്ചാലേ നമുക്ക് ബാക്കി എക്സാംസ് എഴുതിയെടുക്കാൻ പറ്റും. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പോൾ നമ്മൾ SCRT NCRT ബുക്ക് നോക്കണം. ഇതൊക്കെ സെറ്റ് ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, 10ാം ക്ലാസ് വരെയുള്ള ക്വാളിഫിക്കേഷൻ, 10ാം ക്ലാസ് വരെയുള്ള SCRT NCRT സെറ്റാക്കി പഠിക്കണം. ഈ സബ്ജക്റ്റാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ. ഇനി സയൻസ് വരുമ്പോഴത്തേക്കും പൊതുജനാരോഗ്യം എന്നൊരു സബ്ജക്റ്റ് ഉണ്ട്. ബയോളജിക്കാണ് കുറച്ചും കൂടി സ്ട്രെസ് കൊടുക്കേണ്ടത്. കാരണം ബയോളജി ഒരു മനുഷ്യന് ബേസിക്കായിട്ട് വേണ്ടുന്ന കാര്യങ്ങളാണ് അല്ലേ? നമുക്ക് ബേസിക്കായിട്ട് ബയോളജി പഠിക്കുമ്പോൾ നമുക്ക് എന്താ, നമ്മുടെ ഹ്യൂമൻ ബോഡിയും നമ്മുടെ ഹാർട്ട് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മുടെ എൻവയോൺമെൻറ്റ് എങ്ങനെയാണ്, പൊതുജനാരോഗ്യം, ഡിസീസുകൾ ഏതൊക്കെയാണ് എന്നൊക്കെ പഠിക്കും. അതൊരു വ്യക്തിക്ക് വേണ്ടുന്ന കാര്യങ്ങളാണ്. അത് പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും കാണത്തില്ല. മനസ്സിലായി? അപ്പോൾ ആ ഒരു ഏരിയ എന്ത് ചെയ്യണം, നല്ലോണം ഫോക്കസ് ചെയ്ത് പഠിച്ച് തീർക്കണം. ഓക്കെ. പിന്നെ നമുക്കുള്ളത് കറണ്ട് അഫയേഴ്സാണ്. നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരാളാവുമ്പോൾ നമ്മൾ അത്യാവശ്യം ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ ബോധവാന്മാരായിരിക്കണം. സത്യം പറയാമല്ലോ, PSC പഠിച്ചു കഴിയുമ്പോഴാണ് നമുക്ക് എന്താ കുറച്ചും കൂടി ഇതൊക്കെ ഇങ്ങനെ ആയിരുന്നോ, ഇങ്ങനെയും കാര്യങ്ങൾ ഉണ്ടായിരുന്നോ എന്ന് അറിയുന്നു അല്ലേ? ചിന്തിച്ചോക്കെ, നമുക്ക് കുറച്ചും കൂടി ഒരു ബോധം വരുന്നത്, അല്ലെങ്കിൽ കുറച്ചും കൂടി നമുക്കൊരു കാര്യങ്ങൾ മനസ്സിലാവുന്നത് എപ്പോഴാണ്, നമ്മൾ ഈ PSC പഠിച്ചു തുടങ്ങിയതിന് ശേഷമാണ്. അത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. മാത്സിനായാലും സയൻസിനായാലും കറണ്ട് അഫയേഴ്സിനായാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതൊക്കെ ഇങ്ങനെയാണ് സംഭവിക്കുന്ന കാര്യങ്ങളുടെ ഒരു അറിവ് വന്നത് PSC പഠിച്ചു തുടങ്ങിയിട്ട് തന്നെ. എനിക്ക് അങ്ങനെയായിരുന്നു. ഇനി കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു PSC എക്സാം എഴുതുന്ന ആൾക്കാർ ആശ്രയിക്കേണ്ട സോഴ്സ് PSC ബുള്ളറ്റിനാണ്. PSC ബുള്ളറ്റിൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ആ ബുള്ളറ്റിൻ പഠിക്കുമ്പോഴത്തേക്കും എന്താ, കാരണം PSC തന്നെ ഇറക്കുന്ന പബ്ലിക്കേഷൻ അല്ലേ, അവർ തന്നെയാണ് അത് എന്ത് ചെയ്ത് പബ്ലിഷ് ചെയ്യുന്നത്, ബുള്ളറ്റിൻ, PSC ബുള്ളറ്റിൻ. അപ്പോൾ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ വരും. നമുക്ക് അത് വെച്ച് വർക്ക് ചെയ്യാം. അപ്പോൾ PSC ബുള്ളറ്റിൻ വരുത്താനുള്ള പല വഴികളും ഉണ്ട്. നമുക്ക് ഓൺലൈനായിട്ട് വരുത്താം, ഓൺലൈനായിട്ട് വായിക്കാം, ഏതെങ്കിലും പിന്നെ ബുക്ക് സ്റ്റോൾസിലൊക്കെ അത് കിട്ടും. അതൊക്കെ നിങ്ങളുടെ രീതിയിൽ നിങ്ങൾ എന്ത് PSC ബുള്ളറ്റിൻ ഒന്ന് സംഘടിപ്പിക്കാൻ നോക്കുക, നല്ലതായിരിക്കും. പിന്നെ അതുകൊണ്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, തൊഴിൽ വാർത്ത, തൊഴിൽ വീതി യൂസ് ചെയ്യാം, റാങ്ക് ഫയൽ, ഞാൻ പല ക്ലാസ്സായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്, റാങ്ക് ഫയൽ യൂസ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇതിനൊന്നും പറ്റുന്നില്ല, എനിക്ക് ഇത് വെച്ചൊന്നും സെൽഫ് സ്റ്റഡി ഒന്നും പറ്റുന്നില്ല, എനിക്ക് എന്ത് വേണം, എന്നെ ഒരാൾ പുഷ് ചെയ്യാൻ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. ഓൺലൈനോ ഓഫ്ലൈനോ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്യും. സൈലൊക്കെ അത്യാവശ്യം നല്ല ക്ലാസ്സുകളാണ്. കാരണം എനിക്ക് കുറച്ചും കൂടി ആ ഒരു ആ സാറ് ചെയ്യുന്ന ആ ഒരു പ്രവർത്തികളിൽ അതെനിക്ക് കുറച്ചും കൂടി ഒരു കാണുമ്പോഴൊക്കെ നമുക്ക് തോന്നും നല്ല കുട്ടികൾക്ക് ബെനിഫിറ്റ് വേണം എന്ന്. ബാക്കിയുള്ളവർ അങ്ങനെ അല്ല എന്നല്ല, ഞാൻ ചുമ്മാ പറയാനേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് മുമ്പോട്ട് പോവാം. സൈലം ആ സാറിൻ്റെ ഒരു മോട്ടീവ് കറക്റ്റാണ്. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്പോൾ നിങ്ങൾക്ക് അതുമായിട്ട് ഒരു ക്ലാസ്സിന് ജോയിൻ ചെയ്യാം, ഒരു ഓൺലൈൻ ക്ലാസ്സിന് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ ഓഫ്ലൈൻ ക്ലാസ്സിന് ജോയിൻ ചെയ്യാം. മനസ്സിലായോ? അപ്പോൾ ഓഫ്ലൈൻ ക്ലാസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പോയി പഠിച്ച് ആ ട്രാവലിങ്ങിൻ്റെ ഡിസ്റ്റൻസ് കൂടും. അപ്പോൾ അതിൻ്റെ ഒരു ഡീമെറിറ്റ് ഉണ്ട്. പക്ഷേ അവിടെ ചെന്നിരിക്കുമ്പോൾ കമ്പൈൻ സ്റ്റഡിക്ക് ആൾക്കാരെ കിട്ടും, അതൊരു മെറിറ്റാണ്. പിന്നെ നിങ്ങൾക്ക് സാറുമാർ ഡയറക്റ്റ് ഫിസിക്കൽ കോൺടാക്റ്റ് ഒക്കെ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നേരിട്ട് കണ്ട് സംസാരിച്ച് ഡൗട്ട് ക്ലിയർ ചെയ്ത് പോകാൻ പറ്റും, അതൊരു മെറിറ്റാണ്. അപ്പോൾ അതെല്ലാം പിന്നെ നിങ്ങളുടെ സമയം അതെല്ലാം നോക്കിയിട്ട് വേണം നിങ്ങൾ ഓൺലൈൻ വേണോ ഓഫ്ലൈൻ വേണോ തീരുമാനിക്കാൻ. ക്ലാസ്സിൻ്റെ കാര്യം ഞാൻ പിന്നെ പറയാം. നിങ്ങൾ ഏതെങ്കിലും ക്ലാസ് എടുക്കുന്നതിനുള്ള അഡ്വാൻറ്റേജ് ഒക്കെ ഒരുപാട് ഡിഫറൻസാണ്. രണ്ട് രീതിയില്ല. ഓൺലൈൻ ആണെങ്കിൽ നിങ്ങൾക്ക് അത്രയ്ക്ക് നിങ്ങൾ സ്ട്രോങ് ഡിസൈർ ഉണ്ടെങ്കിൽ നിങ്ങൾ മുമ്പോട്ട് പോകത്തുള്ളൂ. മറ്റേന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി പുഷ് കിട്ടും. കാരണം ആൾക്കാരെല്ലാം പഠിക്കുന്ന കാണുമ്പം എക്സാമിന് അവർ മാർക്ക് വരുന്നത് നിങ്ങൾക്ക് മാർക്ക് വരുന്നില്ല കാണുമ്പോൾ നിങ്ങൾ ടെൻഷൻ കാരണം നിങ്ങൾ പഠിക്കും. മനസ്സിലായോ? പിന്നെ ആ PSC ഓഫ്ലൈൻ നമ്മൾ ക്ലാസ് പോയി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ തോന്നും ഞാൻ ഈ കുറച്ചും കൂടി ഒറ്റയ്ക്ക് കുറച്ചും കൂടി പഠിക്കാൻ പറ്റും എന്ന് തോന്നും. അപ്പോൾ നിങ്ങൾ സെൽഫ് സ്റ്റഡിക്ക് വരും. മനസ്സിലായി? അപ്പം നിങ്ങളുടെ ഒരു പാറ്റേൺ നിങ്ങൾ തന്നെ മനസ്സിലാക്കണം. എനിക്കൊന്ന് തുടങ്ങാൻ വേണ്ടി എനിക്കൊരു ക്ലാസ് വേണം, അല്ലെങ്കിൽ സെൽഫ് സ്റ്റഡിക്ക് എനിക്ക് സെൽഫ് സ്റ്റഡി മതി, ഇതൊക്കെ വെച്ച് ഞാൻ പഠിച്ചു തുടങ്ങിക്കോളാം, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പഠിച്ചു തുടങ്ങാം. അത് ഏതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ക്ലിയർ ആണോ? ഓക്കെ. അപ്പോൾ ഇതാണ്, നമുക്ക് റാങ്ക് ഫയൽ യൂസ് ചെയ്യാം, ക്ലാസ്സുകൾ യൂസ് ചെയ്യാം, ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസ്സുകൾ യൂസ് ചെയ്യാം. അങ്ങനെ പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സുകൾ യൂസ് ചെയ്ത് പഠിക്കുകയും നമ്മുടേതായ സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ. ബാക്കി ഇനി എത്ര മാർക്ക് നമ്മുടെ PSC എക്സാംസിന്? 100 മാർക്ക്. 100 മാർക്കിൽ വരുന്ന കണ്ടന്റാണ് ഞാൻ പറഞ്ഞത്. എങ്ങനെ ഈ ക്വസ്റ്റ്യൻസ് വരുന്നത്?
MCQ മോഡൽ ക്വസ്റ്റ്യനാണ്. പണ്ട് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇപ്പം എന്താ, സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് അല്ലേ. നമ്മൾ വായിച്ച് വ്യക്തമായി വായിച്ച് മനസ്സിലാക്കിയാലേ നമുക്ക് ഉത്തരം എഴുതാൻ പറ്റും. എന്താ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യണം, അത് വായിച്ച് വ്യക്തമാക്കിയിട്ട് മനസ്സിലാക്കണം അല്ലേ. അത് ആ സമയത്തിനുള്ളിൽ വായിച്ച് മനസ്സിലാക്കണം. ഇത് ഏതാണ്, ഇത് ഏതൊക്കെ എലിമിനേറ്റ് ചെയ്ത് കളയണം, A ആണോ B ആണോ, Bയും Cയും ആണോ, Cയും D ആണോ, നമ്മൾ എങ്ങനെയൊക്കെ ട്രിക്ക് ചെയ്യാൻ പറ്റുമോ ആ രീതിയിലെല്ലാം ട്രിക്ക് ചെയ്തിട്ടാണ് ഇപ്പോഴത്തെ പാറ്റേൺ വരുന്നത് ആണേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ കോൺസെൻട്രേഷൻ കൂട്ടണം. നിങ്ങൾ ഒരു കാര്യം വായിച്ചാൽ ആ 100 ക്വസ്റ്റ്യൻ ആൻസർ എഴുതി തീരുന്നവരെ നിങ്ങളുടെ മൈൻഡ് അവിടെ തന്നെ ആയിരിക്കണം. കോൺസെൻട്രേഷൻ കൂടണം. അപ്പോൾ ആ കോൺസെൻട്രേഷൻ കൂടാൻ വേണ്ടി നിങ്ങൾക്ക് മെഡിറ്റേഷനും നിങ്ങളുടെ രീതിയിൽ ഹോബീസും ഒക്കെ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾ ഫുൾ ടൈം ഇങ്ങനെ എഴുതി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭ്രാന്തായി പോകും. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ മനസ്സിനെ കാമാക്കി കോൺസെൻട്രേഷൻ കൂട്ടാനുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കൊണ്ടുവരാം. നിങ്ങൾ ഉറക്കം കറക്റ്റ് ആക്കണം, നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യണം, അതിനങ്ങനെ ഫുഡ് കറക്റ്റ് ആക്കണം, നിങ്ങൾക്ക് പ്രോപ്പറായി റെസ്റ്റ് വേണം അല്ലേ, നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള ഫ്രീ ടൈം വേണം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതെല്ലാം കൂട്ടിക്കൊണ്ട് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്താ കറക്റ്റായിട്ട് കോൺസെൻട്രേഷൻ കിട്ടും. അത് അപ്പം തന്നെ നമ്മൾ അതൊക്കെ പിന്നെ പറയാം. നമുക്ക് പഠിച്ച് തുടങ്ങിയാലേ നമുക്ക് അതൊക്കെ എത്തത്തുള്ളൂ. അതൊക്കെ പോട്ടെ, അതൊക്കെ നമുക്ക് പിന്നെ വേറൊരു വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ എന്താ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതെന്താ അത്ര നീറ്റായിട്ട് നമ്മളെ റാങ്ക് ഫയലായാലും നമ്മുടെ മെറ്റീരിയൽസ് ആയാലും ക്ലാസ് ആയാലും കണ്ട് പഠിച്ചാലേ അതെല്ലാം ക്ലിയർ ആയിട്ട് വരത്തുള്ളൂ ആണേ. അപ്പോൾ നിങ്ങൾ എന്ത് വേണം, നിങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻ എഴുതി പഠിക്കണം, ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് പഠിക്കണം. അത് കാര്യങ്ങളെല്ലാം നമുക്ക് പിന്നെ പറയാം. പിന്നെ നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ക്വാളിഫിക്കേഷൻ വെച്ചിട്ടാണ്. നമ്മൾ LGS എക്സാം ഇപ്പോൾ കമ്പനി ബോർഡ് LGS വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. കമ്പനി ബോർഡ് LGS എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ലാസ്റ്റ് ഗ്രേഡ് സെർവൻറ്റാണ്. അത് 10th ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാർ എഴുതാം, ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാർക്ക് എഴുതാം. അതുകൊണ്ട് അതിന് കോമ്പറ്റീഷൻ ഭയങ്കര കൂടുതലായിരിക്കും. കിട്ടാൻ പോകുന്ന ജോലി ലാസ്റ്റ് ഗ്രേഡ് സെർവൻ്റ് ആയിരിക്കും. അതിനകത്ത് മലയാളം ഇംഗ്ലീഷ് പഠിക്കണം എന്നൊരു അഡ്വാൻറ്റേജ് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. പക്ഷേ അത് പഠിച്ച് അതിന് ജോലി കിട്ടിയെന്ന് വെച്ചോ, കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നും എനിക്ക് ഈ ജോലി പോരായിരുന്നു, എനിക്ക് എന്താ കുറച്ചും കൂടി നല്ലൊരു ജോലി വേണമായിരുന്നു തോന്നും. പക്ഷേ ആ സമയത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാൻ ഈ ഒരു സാഹചര്യം കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഞാനത് പ്രോത്സാഹിപ്പിക്കത്തില്ല. പക്ഷേ നമുക്ക് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത് പഠിക്കാം. മനസ്സിലായോ? നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന സ്ട്രാറ്റജി അതുമായിട്ട് ബന്ധപ്പെട്ട സ്ട്രാറ്റജിയാണ്. അത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ 10th ക്വാളിഫിക്കേഷൻ വെച്ചുള്ള ആൾക്കാർക്ക് LD ക്ലർക്ക് എഴുതാം. ഇപ്പോൾ ബെവ്കോ LD വരുന്നുണ്ട്, LD ക്ലർക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി. കാരണം ഒരുപാട് വേക്കൻസീസ് ഉണ്ട്, അത്യാവശ്യം നല്ലൊരു പോസ്റ്റാണ്, ക്ലറിക്കൽ പോസ്റ്റാണ്, പ്രൊമോഷൻ സാധ്യതയൊക്കെയുണ്ട്, നല്ല പോസ്റ്റാണ്. ഓക്കെയാണ്. ഓക്കെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഡിഗ്രിയാണ്. നിങ്ങൾക്ക് ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രിയിലൊരു എക്സാംസ് എഴുതാം. ഇപ്പോൾ ഡിഗ്രി ലെവലിലോ ഇപ്പം സത്യം പറഞ്ഞാൽ നിങ്ങൾക്കൊരു ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് എക്സാംസ് എഴുതാം. മനസ്സിലായോ? ഇഷ്ടം പോലെ എക്സാംസ് എഴുതാം. ഒരുപാട് എക്സാംസ് വന്നു ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ. ഒരു ഡിഗ്രിക്കാരനാണെങ്കിൽ അയാൾക്ക് 13 എത്ര എക്സാംസ് എഴുതാൻ പറ്റും. ക്ലിയർ ആണല്ലോ? അതുകൊണ്ട് അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസർ ഈ 15ാം തീയതി ലാസ്റ്റ് ഡേറ്റ് ആണ് അപ്ലൈ ചെയ്യാനുള്ളത്. അപ്ലൈ ചെയ്യാത്തവർ അപ്ലൈ ചെയ്യുക. 10th ആണ് ക്വാളിഫിക്കേഷൻ കേട്ടോ. ഫീമെയിൽസിന് മാത്രമാണ്. ഓക്കെ, പിന്നെ അതിനൊക്കെ +2 ലെവൽ ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാർക്ക് യൂണിഫോം പോസ്റ്റുകൾ, എനിക്ക് തോന്നുന്നു നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ആണെങ്കിലും എക്സൈസ് ഓഫീസർ ആണെങ്കിലും പോലീസ് ആണെങ്കിലും CPO ആണെങ്കിലും ഒരു വർഷം കൂടുമ്പോഴാണ് വിളിക്കുന്നത്. ഇതെല്ലാം +2 ലെവൽ ക്വാളിഫിക്കേഷനാണ് കേട്ടോ. അപ്പം ആ ഒരു സംഭവം കൂടി നമുക്ക് എടുത്ത് എഴുതാൻ പറ്റും. എന്തൊക്കെ എഴുതാൻ നോക്കിയേ, LGS, ഇപ്പം കമ്പനി ബോർഡ് LGS. ഇപ്പം നിങ്ങൾക്ക് ഒരു ഡിഗ്രി ആണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ, നിങ്ങൾ കേട്ടോ ഏതൊക്കെ എക്സാം എഴുതാം എണ്ണിക്കോണം കേട്ടോ. ഒന്നാമത്തത് കമ്പനി ബോർഡ് LGS എഴുതാം. നമുക്ക് താഴെ തുടങ്ങാം. കമ്പനി ബോർഡ് LGS എഴുതാം, LD ക്ലർക്ക് എഴുതാം, LD ക്ലർക്ക് എക്സാം എഴുതാം, ബെവ്കോ LD എഴുതാം, VFA എഴുതാം, വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് അത് എഴുതാം. പിന്നെ അത് എഴുതാം, അസിസ്റ്റൻറ്റ് പ്രസിഡന്റ് ഓഫീസർ, ഇപ്പം ഞാൻ പറഞ്ഞ അസിസ്റ്റൻറ്റ് പ്രസിഡന്റ് ഓഫീസർ എഴുതാം. ഓക്കെ, പിന്നെ +2 ക്വാളിഫിക്കേഷൻ ഉള്ള CPO, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ, എക്സൈസ് ഓഫീസർ, ഇതെല്ലാം ഒരു വർഷം കൂടുമ്പോൾ വരുന്ന ലിസ്റ്റാണ്. അത് കണക്ക് തന്നെ അതിനകത്ത് നമ്മുടെ യൂണിഫോം പോസ്റ്റാണ്. ഫിസിക്കലി കാണും, നമ്മുടെ ബോഡിക്ക് ഒന്ന് സ്ട്രെങ്ത് ആകുമ്പോൾ സെറ്റ് ആവും. ഓക്കെ, പിന്നെ അതിനൊക്കെ തന്നെ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ്. എൻ്റെ പൊന്നു മക്കളെ, ഡിഗ്രിക്കാർക്ക് കയറാൻ പറ്റിയ അവസരമാണ് കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ്. ഇത് കൊണ്ട് കളഞ്ഞാൽ മണ്ടത്തരോ. 4000 വേക്കൻസി ഉണ്ട്. അപ്പം നിങ്ങൾ പഠിച്ച് സ്റ്റാർട്ട് ചെയ്യുക. അവിടെ എത്തുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആ എക്സാം എഴുതാൻ നിങ്ങൾ ക്വാളിഫിക്കേഷൻ എല്ലാം പൂർത്തിയാവും. നിങ്ങൾക്ക് നല്ലോണം പഠിച്ച് എഴുതാൻ പറ്റും. ഓക്കെ, കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് വരുന്നുണ്ട്, സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, SI യൂണിഫോം ഒക്കെ ഇട്ടൊന്ന് ചെത്തി നടക്കുന്ന ആലോചിച്ചൊക്കെ നിങ്ങൾ നാട്ടുകാരുടെ മുമ്പിലും വീട്ടുകാരുടെ മുമ്പിലും റിലേറ്റീവ്സിന് മുമ്പിലും ഫ്രണ്ട്സിന് മുമ്പിലൊക്കെ SI യൂണിഫോം ഇട്ടുകൊണ്ട് നടക്കുന്ന ആലോചിച്ചൊക്കെ അത് എഴുതാം. എക്സൈസ് ഇൻസ്പെക്ടർ ഉണ്ട്. ഓക്കെ, അങ്ങനെ ഒരുപാട് വേക്കൻസീസ് ഉള്ള ജോലികളാണ് വരാൻ പോകുന്നത്, നോട്ടിഫിക്കേഷനാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് ഉളപ്പരുത്, സീരിയസ് ആയിട്ട് പറയും, ഉളപ്പരുത്. ഓക്കെ, പഠിച്ച് തുടങ്ങിയിട്ടുണ്ടോ, ഇത് വീഡിയോ ഇത്രയും കാണുന്നുണ്ടോ, എൻ്റെ പൊന്നു മക്കളെ ബാക്കിലോട്ട് പോകരുത്. നിങ്ങൾക്ക് ജോലി വേണമെന്നുണ്ടെങ്കിൽ ബാക്കിലോട്ട് പോകരുത്, മടി കാണിക്കരുത്. ഓക്കെ, പിന്നെ നമുക്കിത് ഇപ്പം ഇതെല്ലാം അറിയാം, ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. എങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എല്ലാവർക്കും അറിയായിരിക്കും. ഞാൻ അറിഞ്ഞുകൊടുത്ത് ആരെങ്കിലും ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ കേട്ടോ,
PSC സെന്ററിൽ PSC എവിടെയെങ്കിലും ഒരു കഫേയിൽ പോവുക, PSC 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റും. നിങ്ങൾ PSC സൈറ്റ് കേരള PSC.gov.in നോക്കുമ്പോഴത്തേക്കും അതിനകത്ത് 1 ടൈം രജിസ്ട്രേഷൻ കാണും. അതിനകത്ത് കയറുക, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഫോട്ടോയും സിഗ്നേച്ചറും എല്ലാം അപ്ലോഡ് ചെയ്യുക. 1 ടൈം രജിസ്ട്രേഷൻ്റെ പാസ്വേഡ് യൂസർ നെയിം തരും, അത് സൂക്ഷിച്ച് വെക്കണം, കൊണ്ട് കളയാതെ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇനി വരുന്ന എക്സാംസിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ ക്വാളിഫിക്കേഷൻ അപ്ലോഡ് ചെയ്യണം. അതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒരു ബേസിക് ആയിട്ട് കാര്യങ്ങൾ. അപ്പോൾ അപ്ലൈ ചെയ്യേണ്ടത് എന്തൊക്കെയാണ് തരാൻ പോകുന്നത്, ഏതൊക്കെയാണ് നിങ്ങൾക്ക് എന്തുകൊണ്ട് പഠിക്കണം എന്നുള്ള എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇതൊക്കെയാണ് ഒരു അറൗണ്ട് തിങ്. ചെന്ന് മൊത്തത്തിലൊരു കാടടച്ച് വെടിവെക്കുക എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ സംഭവങ്ങളൊക്കെയാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഉള്ള ബെനിഫിറ്റുകൾ. നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾ ചിന്തിച്ച് സെറ്റാക്കി ഒരു പ്ലാൻ ഉണ്ടാക്കി വെക്കണം. ഓക്കെ. ഞാൻ അടുത്ത വീഡിയോയിൽ ഞാനൊരു ടൈം ടേബിൾ നമ്മൾ എങ്ങനെ പഠിക്കണം. അപ്പോൾ നമ്മൾ 100 ഡേ ചലഞ്ചിൽ 20ാം ദിവസം കഴിഞ്ഞ് 21ാം ദിവസത്തിലോട്ട് പോവുകയാണ്. ആ 21ാം ദിവസത്തിൽ പോകുമ്പോഴേ ഞാൻ ഡെയിലി ടെലിഗ്രാം ചാനലിനകത്ത് ഡെയിലി പഠിക്കേണ്ട മാത്സ്, ഇംഗ്ലീഷ്, മലയാളത്തിന് ടോപ്പിക്കുകൾ ഇടുന്നുണ്ട്. അതിൻ്റെ കൂടെ സയൻസും കൂടി ഇട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. 21ാം തീയതി തൊട്ട് 21ാം ദിവസം തൊട്ട്, അതായത് തിങ്കളാഴ്ച തൊട്ട്, നാളെ തൊട്ട്. ഓക്കെ. അപ്പം ഇത് ഇപ്പം കാണുന്നവർ ചിലപ്പോൾ ഇത് കഴിഞ്ഞിട്ടായിരിക്കും കാണുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ടെലിഗ്രാം ചാനലുണ്ട്, ജോയിൻ ചെയ്യുക, പഠിച്ചു തുടങ്ങുക. ഓക്കെ. പഠിക്കുക. നിങ്ങൾ പഠിച്ചതിൻ്റെ ഒരു മാത്സ് പഠിച്ചെങ്കിൽ മാത്സിന് ഫ്രണ്ട് പേജ് എടുത്ത് ഫോട്ടോ അപ്ലോഡ് ചെയ്യുക, ബയോളജി ഫ്രണ്ട് പേജ് എടുത്ത് ഫോട്ടോ അപ്ലോഡ് ചെയ്യുക, ഇംഗ്ലീഷ് അപ്ലോഡ് ചെയ്യുക, പഠിക്കുന്ന അനുസരിച്ച് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ അപ്ലോഡ് ചെയ്ത് കുറേ ദിവസം കഴിയുമ്പോൾ നിങ്ങൾ 20 ദിവസം കഴിഞ്ഞു. സത്യം പറയാല്ല, 20 ദിവസം ആയപ്പോഴത്തേക്ക് നല്ല സന്തോഷമുണ്ട്. കാരണം ഒത്തിരി പേര് അവർക്കൊരു ട്രാക്ക് കിട്ടി, മനസ്സിലായി, ഒരു പാറ്റേൺ കിട്ടി, എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഒരു ഐഡിയ കിട്ടി. ഓക്കെ. എനിക്ക് പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തുതരാം. നിങ്ങൾക്ക് ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്ത് തരാം. എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യും. കാരണം എനിക്ക് ഒരുപാട് ഡ്രീംസ് ഉണ്ട്. എനിക്ക് നിങ്ങളെ പഠിപ്പിക്കും. സത്യം പറഞ്ഞാൽ എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ട പാഷനായിട്ടുള്ള എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രൊഫഷനാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതെനിക്ക് നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റും. അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. മനസ്സിലായോ? അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ പിറകെ നിൽക്കും. ഞാൻ ഇത് ഒരിക്കലും കളഞ്ഞിട്ട് പോകില്ല. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടോ, എന്ത് സപ്പോർട്ട് വേണോ, എന്ത് മോട്ടിവേഷൻ വേണോ, അയ്യോ ഞാൻ കുഴഞ്ഞു പോയി, എനിക്ക് പഠിക്കാൻ വയ്യ, മടിയാന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് മെസ്സേജ് ഇട്ടോ. ഞാൻ സമയം കിട്ടുന്നതനുസരിച്ച് റിപ്ലൈ അയക്കുമ്പോൾ നല്ല വോയിസ് ആയിട്ട് തന്നെ റിപ്ലൈ അയക്കും, പറ്റുന്ന കണക്ക് കേട്ടല്ലോ. അതുകൊണ്ട് ക്ലിയർ ആയിട്ട് പഠിച്ച് മുന്നോട്ട് പോകുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുക. ബാക്കി മോട്ടിവേഷനൊക്കെ അടുത്ത വീഡിയോയിലൊക്കെ തരാം. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് തന്നെ ചിന്തിക്കുക, ഇരുന്ന് ചിന്തിച്ച് തീരുമാനം എടുത്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതിനകത്ത് സബ്സ്ക്രൈബ് ചെയ്യില്ല, അടുത്ത വീഡിയോ വരുമ്പോൾ നിങ്ങൾ കാണാൻ പറ്റത്തില്ല. നിങ്ങൾ മോട്ടിവേഷൻ ആയിട്ട് വരുമ്പോഴത്തേക്ക് അയ്യോ ഏത് ചാനലായിരുന്നു മറന്നു. സബ്സ്ക്രൈബ് വയ്ക്കുക, അടുത്ത വീഡിയോയിൽ കാണുക, പഠിക്കുക, മുമ്പോട്ട് പോവുക, ഒരിക്കലും ബാക്കിലോട്ട് പോകരുത്. പല ആൾക്കാരും പല കാര്യങ്ങൾ പറയും, അതിനകത്ത് വേക്കൻസി ഇല്ല, ഇതിനകത്ത് ആൾക്കാർ കൂടുതലാ, പൈസ കൊടുക്കാൻ ഗവൺമെൻറ് പൈസ ഇല്ല എന്നൊക്കെ പറയും. അവർക്ക് കിട്ടാത്തതിൻ്റെ ആയിരിക്കും ചില പറയുന്നത്. നിങ്ങൾ അതൊന്ന് നോക്കണം. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ പഠിക്കണം. കൺസിസ്റ്റൻ്റ് പഠിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. ക്ലിയർ ആണല്ലോ? അപ്പോൾ പഠിക്കാൻ റെഡിയാണല്ലോ? നാളെ തൊട്ട് നമ്മൾ ടെലിഗ്രാം ചാനൽ ലിങ്ക് ഞാൻ ഇതിനകത്ത് എൻ്റെ ബയോയിൽ ഇട്ടേക്കാം. ഓക്കെ. അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. എനിക്ക് ഒരുപാട് എൻക്വയറി വരുമ്പോഴേ എല്ലാവർക്കും ഞാൻ ലിങ്ക് അയച്ചു തരുന്നത്. ഞാൻ ഏതെങ്കിലും ഒരു കമൻറ്റിനകത്തൊക്കെ ലിങ്ക് കൊടുക്കും, എന്തിനാ ടെലിഗ്രാം ചാനലിൻ്റെ. അപ്പോൾ അതിനകത്ത് കയറിയിട്ട് ജോയിൻ ചെയ്യണം കേട്ടോ. 100 ഡേ PSC എന്ന് പറഞ്ഞാൽ കിടക്കുന്നത്, അത് നിങ്ങൾ ടൈപ്പ് ചെയ്ത് നോക്കിയാലും കിട്ടുമായിരിക്കും. ഓക്കെ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഇത്രയും നേരം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇത് ബാക്ക് ഔട്ട് ചെയ്യരുത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ താങ്ക് യു, ബൈ, ടാറ്റാ. സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, എന്നാലും അടുത്ത വീഡിയോ കാണാൻ പറ്റും. ബൈ.